വളരെ ബുദ്ധിയുള്ള, വളരെ കൂടുതൽ ഐക്യമുള്ള കുട്ടികൾ അവരുടെ അക്കാഡമിക്സിലും ജീവിതത്തിലും പരാജയപ്പെടാൻ കാരണമാകുന്ന ചില അറിവുകളുടെ അപര്യാപ്തതകളുണ്ട്. ഹായ്, ഐ എം റസ്റ്റം. ഐ ഷെയർ മൈ പാരന്റിങ് ജേർണി ഹിയർ. ഇത് റോബർട്ട് ഓപ്പൺഹൈമർ. ഇതല്ല ഇതുവരെ മറ്റേ പിക്ചറാണ്. മറ്റേ പിക്ചർ നമുക്കൊക്കെ പരിചിതമാണ്. അത് ഓപ്പൺഹൈമർ എന്ന മൂവിയിലൂടെ ലാസ്റ്റ് ഇയർ നമ്മളെല്ലാവരെയും അറിഞ്ഞൊരു ആളാണ് റോബർട്ട് ഓപ്പൺഹൈമർ. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. ന്യൂക്ലിയർ ഹിരോഷിമയിലും നാഗസാക്കിയിലേക്കൊക്കെ ഇട്ട ന്യൂക്ലിയർ ബോംബിന്റെ ആ ടീമിനെ, ഡെവലപ്പ് ചെയ്ത ടീമിനെ ലീഡ് ചെയ്തിരുന്നതാണ്. ഇത് ക്രിസ്റ്റഫർ ലാംഗൻ വളരെ കുറച്ച് ആളുകൾക്ക് പരിചിതമുണ്ടാവുന്ന ഒരാളാണ്. പക്ഷെ ഈ രണ്ടാളുകളുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും 150 മുകളിൽ ഐക്യവും. അതിൽ രണ്ടാമത് പറഞ്ഞ ക്രിസ് ലാംഗനെ സംബന്ധിച്ച് അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഐക്യമുള്ള വ്യക്തി എന്നാണ് അദ്ദേഹത്തെ പറ്റി അറിയപ്പെടുന്നത്. 195ഉം 200ഉമൊക്കെയാണ് പല ഐക്യു ടെസ്റ്റുകളിലും അദ്ദേഹത്തിന്റെ ഐക്യു കണ്ടെത്തിയ ലക്ഷ്യം. ഇവരിൽ ഒരാൾ ലോക പ്രശസ്തനായ, നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ സുപരിചിതനായ, അദ്ദേഹത്തെ പറ്റി മൂവി തന്നെ മേക്ക് ചെയ്യാൻ കാരണമായ ഒരു സയന്റിസ്റ്റും ഫിസിസ്റ്റും ഒക്കെ ആയെങ്കിൽ, മറ്റേ ആളൊരു ഫിസിസ്റ്റ് ആവണമെന്ന ജീവിതാഭിലാഷത്തിൽ ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു ബാർട്ടൻഡറായി ജീവിക്കേണ്ട വന്ന, പിന്നീട് ഇപ്പോൾ ഒരു ഫാം നടത്തുന്ന ഒരു വ്യക്തിയായി അവസാനിക്കുകയും ചെയ്തു. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇങ്ങനെ രണ്ടാളുകൾക്കിടയിലും വളരെ ഹൈ ആയ ഐക്യു ഉണ്ടായിട്ട് പോലും ഒരാൾ വളരെ വിജയം കൈവരിക്കുമ്പോൾ, അക്കാഡമിക്സിനും ജീവിതത്തിനുമെല്ലാം കൈവരിക്കുമ്പോൾ, മറ്റേ ആൾക്ക് ഈവൻ കോളേജ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു. ഇതിന്റെ കാരണം എന്താണ്? വൈ ദിസ് ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ടു സിമിലർ ഐക്യു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ഹൈ ഐക്യു ഉള്ള രണ്ടാളുകൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ രണ്ടാളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇവരെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ക്രിസ്റ്റഫർ ലാംഗനെ സംബന്ധിച്ച് അദ്ദേഹം റീഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണ് ഉണ്ടായത്. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. രണ്ടാനച്ഛൻ ഈവൻ ഭക്ഷണം പോലും കൊടുക്കാതെ കിട്ടാതിരിക്കാൻ വേണ്ടി കിച്ചൺ ലോക്ക് ചെയ്ത് പോയിട്ടുള്ള രണ്ടാനച്ഛൻ്റെ ഉള്ളൊരു വീട്ടിൽ നിന്നാണ് ക്രിസ്റ്റഫർ ലാംഗൻ വരുന്നത്. പക്ഷെ ഈ ക്രിസ് ലാംഗനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു റീഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. ബിക്കോസ് ഓഫ് ഹിസ് ഹൈ ലെവൽ ഓഫ് ഇന്റലക്ട് അഡ്മിഷൻ കിട്ടുന്നു. അവിടെ പഠിക്കണ റീഡ് കോളേജ് പഠിക്കണ സമയത്ത് അദ്ദേഹത്തിന്റെ സ്കോളർഷിപ്പ്, ഒരു ദാരിദ്ര്യത്തിൽ വരുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മദർ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റിൽ സൈൻ ഇട്ടില്ല എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ സ്കോളർഷിപ്പ് ഫ്രീസ് ചെയ്തതായി അറിയുകയും അദ്ദേഹം സ്കോളർഷിപ്പ് ഓഫീസിൽ ചെല്ലുകയും അവരെ അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇതൊരു അബദ്ധം സംഭവിച്ചാണ്. വളരെ ഇമോഷണൽലെസ് ആയിട്ട് ആ ഓഫീസ് അദ്ദേഹത്തെ എന്ത് ചെയ്തു, മടക്കി അയക്കുന്നു. അദ്ദേഹത്തിന്റെ സ്കോളർഷിപ്പ് ക്യാൻസൽ അയക്കുന്നു. അദ്ദേഹത്തിന് ആ കോളേജിൽ പഠിച്ച് തുടരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ കോളേജിൽ നിന്ന് പുറത്തു പോകുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കോളേജിൽ അദ്ദേഹം അഡ്മിഷൻ നേടുകയാണ്. അവിടെയും അദ്ദേഹം എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തിന് ഒരു രാവിലെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, കാറില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും. അത് വൈകിട്ടത്തേക്ക് ആക്കാമോ എന്ന് ചോദിക്കുന്നു. അതുമായി അതിന്റെ പ്രിൻസിപ്പലിന്റെ അടുക്കൽ വരെ പോകുന്നു. പക്ഷേ അത് നിഷേധിക്കപ്പെടുന്നു. ഈ കാരണം കൊണ്ട് അദ്ദേഹം കോളേജ് വിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയിലേക്ക്, മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയാതെ ഒരു ബാർടെൻഡറായി, പിന്നീട് ഒരു ഫാം ഓണറും ഒക്കെ ആയി, ഒരു TV ഷോയിലൂടെയൊക്കെ ഫേമസ് ആവുകയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ക്രിസ്റ്റഫർ ലാംഗൻ. ഇതേ സമയത്ത് റോബർട്ട് ഓപ്പൺഹൈമറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും കോളേജിൽ നിന്നും പുറത്താക്കാൻ സാധ്യത ഒരു ഇൻസിഡന്റിൽ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫസർ അദ്ദേഹം ഹാർവാർഡിലും കേംബ്രിഡ്ജിലുമാണ് പഠിച്ചത്. കേംബ്രിഡ്ജിൽ അദ്ദേഹം ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൊഫസർ അദ്ദേഹത്തെ എക്സ്പെരിമെന്റൽ ഫിസിക്സിലേക്ക് കമ്പൽ ചെയ്തു. റോബർട്ട് ഓപ്പൺഹൈമറെ സംബന്ധിച്ച് ഒരു തിയറിറ്റിക്കൽ ഫിസിക്സിൽ ആഗ്രഹമുള്ള, ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് ഇത് തീരെ സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം ചെയ്തൊരു കാര്യം, സ്വന്തം പ്രൊഫസറിന്, സ്വന്തം ഗൈഡിന് വിഷം കൊടുക്കുക എന്നുള്ളതാണ്.
അത് പിടിക്കപ്പെടുകയും ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫസറിനൊന്നും സംഭവിക്കാതെ ഇത് പിടിക്കപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കാം റോബർട്ട് ഓപ്പൺഹൈമറിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കുക, അദ്ദേഹത്തെ ജയിലിലേക്ക് കോടതിയിൽ കേസ് നടക്കുക, ജയിലിലടക്കുക, കൊലപാതക ശ്രമത്തിന് വിചാരണ നേരിടുക, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പ്രൊബേഷൻ പീരീഡ്, അതുപോലെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ, ആ കാലഘട്ടത്തിന്റെ ഒരു പ്രശസ്തനായ സൈക്കോളജിസ്റ്റിനെ സ്ഥിരമായി കാണണമെന്ന നിർദ്ദേശവും മാത്രമാണ്, നിബന്ധനയും മാത്രമാണ് വെച്ചത്. അദ്ദേഹം തുടർന്ന് പഠിക്കുകയും PhD കിട്ടുകയും നമ്മളൊക്കെ ലോകത്ത് നിന്ന് അറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൺഹൈമർ ആയി മാറുകയൊക്കെ ചെയ്തു. ഈ രണ്ടാളുകളും വളരെ ഹൈ ഐക്യമുള്ള ആളുകളാണ്. ക്രിസ്റ്റഫറിനെ അല്ലെങ്കിൽ ക്രിസ് ലാങ്ങിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ലഭിക്കാൻ ഒരു ഗ്രാജുവേറ്റ് ആവാൻ കഴിയാതെ പോയ വ്യക്തിയാണ്. മറ്റൊരാൾ വളരെ വലിയൊരു കാരണം ഉണ്ടായിട്ട് കൂടെ PhD കംപ്ലീറ്റ് ചെയ്യുകയും ലോകം അറിയുന്ന ഒരു സയന്റിസ്റ്റ് ആവുകയും ഫിസിസിസ്റ്റ് ആവുകയും ഒക്കെ ചെയ്തു. എന്താണ് ഇവരുടെ ജീവിതത്തിന് ഈ വരുത്തിയ മാറ്റം? എന്ത് തരം ഇന്റലക്റ്റ് ആണ് അവർക്ക് മിസ്സിങ് എന്ന് നോക്കും നമുക്ക് കാണാൻ വേണ്ടി. പ്രാക്ടിക്കൽ ഇന്റലക്റ്റ് എന്ന് പറയും. പ്രാക്ടിക്കൽ ഇന്റലക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിനുശേഷം പിന്നീട് ലോകത്ത് നടന്ന ഒരു പരീക്ഷണമുണ്ട്. ഒരു സോഷ്യോളജിസ്റ്റായ അനീറ്റെ ലോറെ നടത്തിയ ഒരു പരീക്ഷണം. അവർ ചെയ്തത് ഏകദേശം 10-15ഓളം കുടുംബങ്ങളിൽ, ആ കുടുംബങ്ങളെ തിരഞ്ഞെടുത്തത് ബ്ലാക്സും വൈറ്റും റിച്ചും പൂവറും ഒക്കെ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കുടുംബങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ചെറിയ കുട്ടികൾ, അതായത് 3ാമത്തെ ഗ്രേഡിൽ അല്ലെങ്കിൽ 3rd ഗ്രേഡിലുള്ള കുട്ടികളുടെ പേരൻസിനെ തിരഞ്ഞെടുത്തിട്ട് ഇവരെ എന്ത് ചെയ്യാണ്, എക്സ്പെരിമെന്റിന് വിധേയമാക്കുക. വളരെ മിക്സ്ഡ് ആയ ഒരു ക്രൗഡാണത്. റിച്ച് ഉണ്ട്, പൂവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇവരുടെ വീടിലേക്ക് ഈ റിസർച്ചറും അതേപോലെ തന്നെ അവരുടെ അസിസ്റ്റൻസും പോയിട്ട് അവരോട് പറയേണ്ടത്, ഞങ്ങളിവിടെ നിങ്ങളുടെ ഒരു പെറ്റ് ഡോഗ് ആണ് നിങ്ങൾ കരുതിയാൽ മതി, ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലും കരുതണ്ട, നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പെറ്റ് ഡോഗ് ആണെന്ന് കരുതിയാൽ മതി എന്ന്. എന്നിട്ട് ഇവരോടൊപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ എന്ത് ചെയ്യുന്നു, കുറെ ആഴ്ചകളോ മാസങ്ങളോ സഞ്ചരിക്കുന്നു. അതിനുശേഷം അനീറ്റ ലോറെ വന്ന ഒരു നിഗമനമാണ്, there are only 2 types of parenting എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. 2 തരം പേരന്റിങ് മാത്രമേ ലോകത്തുള്ളൂ. ഒന്ന് പണമുള്ളവൻ നടത്തുന്ന പേരന്റിങ്ങും 2 പാവപ്പെട്ടവന്റെ പേരന്റിങ്. ഇതും നമ്മുടെ ക്രിസ്റ്റും ഓപ്പൺഹൈമറും ഒക്കെ ആയ ഒരു ബന്ധമുണ്ട്. ഒന്ന്, ഇവർ ഈ അനീറ്റ ലോറെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്, പണമുള്ള വീട്ടിലെ റിച്ച് ആയിട്ടുള്ള, വെൽത്തി ആയിട്ടുള്ള, അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടൊക്കെയുള്ള പേരൻസ് അവരുടെ കുട്ടികളെ ഒരു പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു തരം ഫീലിങ്ങോട് കൂടിയാണ് വളർത്തുന്നത്. ഞങ്ങൾ പലതും ഡിസേർവ്ഡ് ആണ് ജീവിതത്തിൽ എന്നത്. ഞങ്ങൾക്ക് പലതും ഞങ്ങളുടെ അടുക്കൽ നോ പറഞ്ഞാൽ പോലും ആ നോയെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. കാരണം അവരുടെ പേരൻസ് സ്വാഭാവികമായും കുട്ടിക്ക് സ്കൂളിൽ ഒരു മത്സരത്തിന് സമ്മാനം കിട്ടിയില്ലെങ്കിൽ പേരൻസ് എന്ന് ടീച്ചേഴ്സുമായിട്ട് കംപ്ലൈന്റ് നടത്തും. കോമ്പറ്റീഷൻ ഒന്നും കൂടെ നടത്തി അല്ലെങ്കിൽ കേസിന് പോയ ആ കുട്ടിക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്ന വെൽത്തി ആയിട്ടുള്ള, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പേരൻസിനാണ്. ഒരു സ്ഥലത്ത് പോവർട്ടിയോടൊപ്പം വരുന്നൊരു കാര്യമാണ് പേരൻസിനെ സംബന്ധിച്ച് എതിർത്ത് പറയാൻ കഴിയാതെ തങ്ങൾ എങ്ങനെയോ ഇവിടൊക്കെ എത്തിപ്പെട്ടു എന്ന് മാത്രം കരുതുന്ന, തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടയപ്പെട്ടാൽ പോലും അത് തങ്ങളുടെ പ്രശ്നമാണ് എന്ന് കരുതുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് കുതിച്ചു വരുന്ന പേരന്റ്. ചിലപ്പോൾ നമുക്ക് തോന്നാം ആദ്യത്തെ പേരന്റിങ് വളരെ മോശമാണല്ലോ, പക്ഷെ അത് ചെയ്ത വ്യത്യാസമാണ് റോബർട്ട് ഓപ്പൺഹൈമറിന്റെ ജീവിതത്തിൽ ഉണ്ടായതും ക്രിസ്റ്റഫർ ലാങ്ങന്റെ അല്ലെങ്കിൽ ക്രിസ് ലാങ്ങന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റവും. ഒരു സ്കോളർഷിപ്പിന്റെ പേപ്പറിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടാൻ മറന്ന ഒരു മാതാവിന്റെ ഒപ്പിന് വേണ്ടി ഒപ്പ് കിട്ടൂല്ല അല്ലെങ്കിൽ ഒപ്പില്ലാത്തതുകൊണ്ട് സ്കോളർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു വെച്ചാൽ അത് നോയായി എടുക്കാതെ അതിന്റെ മുകളിൽ പോയത് യെസ് ആക്കാനുള്ള കഴിവാണ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ് ആർക്ക് നഷ്ടമായിരുന്നത്? ക്രിസ്റ്റഫർ ലാങ്ങിനും നഷ്ടമായിരുന്നു. താൻ കൊലക്കുറ്റത്തിന് പിടിക്കപ്പെട്ടെങ്കിൽ പോലും അതും പറഞ്ഞു നിന്ന് അവിടെ തനിക്ക് വളരെ ലഘുവായൊരു ശിക്ഷ വാങ്ങിയെടുത്ത റോബർട്ട് ഓപ്പൺഹൈമർ എന്ന റിച്ച് പേരന്റിന്റെ മകനാണ് വേറൊരു സ്ഥലത്ത് നിൽക്കുന്നത്. ഇത്
ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് കുട്ടികൾക്കിടയിൽ. ഞങ്ങൾക്ക് പല ലോകളെയും അപ്രോച്ച് ചെയ്ത് മാറ്റിയെടുക്കാം, ഞങ്ങൾക്ക് നേടിയെടുക്കാൻ ജീവിതത്തിൽ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാതുര്യം കൊണ്ട് ഞങ്ങൾ പലതിനും കേപ്പബിൾ ആണ് എന്ന ചിന്തയിൽ നിന്ന് ഉദിച്ചു വരുന്ന ഒരു 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 പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. അപ്പൊ എത്ര നമ്മൾ ഐക്യമുള്ള കുട്ടികളിലും ഈ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ഒരു സോഷ്യോ എക്കണോമിക് സാഹചര്യത്തിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പേരൻസിന്റെ ബെൽറ്റിൽ നിന്നും അത് ഒരു ബിഹേവിയറായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് കുട്ടികളുടെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അവരുടെ ലൈഫ് സക്സസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്.